വാവരെന്ന് പറയുന്നത് ശരിക്കും അത് അയ്യോ അത് ഭയങ്കര പ്രശ്നമാണല്ലോ, സംസാരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാവും. എന്താ പറയുക, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ കാര്യം, അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാനിതിൽ റിസർച്ച് ചെയ്തിട്ടില്ല. ഗുരുനാഥൻ പറയുന്നത് വാവരെന്ന് പറയുന്നത് അറബി നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ, മുസ്ലിം അല്ല. എല്ലാ അറബികളും മുസ്ലിം ആയിരുന്നില്ല എന്ന് ഗുരുനാഥൻ്റെ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ അറബികളും മുസ്ലിം അല്ല. ഖുറൈഷികളായിട്ടുള്ള ആൾക്കാരില്ലേ, മറ്റേ ഈ മതത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിനുള്ള ചില കച്ചവടക്കാരായിട്ടുള്ള ചില അതിലൊരാൾ പെട്ട ആളാണ് വാവരെന്നാണ് സങ്കല്പത്തിൽ. അദ്ദേഹം അവിടെ കൊല്ലപ്പെട്ട ആളാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഗുരുതിയുണ്ട്, വാവർക്ക് ഗുരുതിയൊക്കെ ഉണ്ട്, ഗുരുതി ക്രിയയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു അയ്യപ്പൻ വിളക്ക് നടക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വാവരുടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്, ഒരു തറ. അവിടെ ഗുരുതിയാണ് ചെയ്യുക. എപ്പോഴും ഗുരുതി ചെയ്യുന്നത് അറുകൊലകൾക്കാണ്. വെച്ചാൽ പകുതിക്ക് വെച്ച് മരിച്ച യോദ്ധാക്കൾക്ക് വേണ്ടി, യുദ്ധത്തിൽ മരിച്ച യോദ്ധാക്കൾക്കാണ് ഗുരുതി കർമ്മം ചെയ്യുള്ളൂ. അറുകൊലകൾ ഏറ്റവും ആദ്യത്തെ അറുകൊല ദാരികനാന്നാണ് പറഞ്ഞത്. ദേവിയാൽ കൊല്ലപ്പെട്ട അദ്ദേഹം. അങ്ങനെ 64 തരത്തിലുള്ള അറുകൊലകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പകുതിക്ക് വെച്ച യോദ്ധാവ്, പക്ഷേ ജീവിക്കാൻ യോഗ്യതയുണ്ട്, എന്താ പറയുക, സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണം കൊണ്ട് അവസാനിക്കപ്പെട്ടു. നമ്മുടെ തറവാടുകളിലൊക്കെ അങ്ങനെ അറുകൊലകൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പീഠങ്ങളിൽ ആരാധിക്കുന്നത്.